ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് 1986 റിലീസായ ഏലിയൻസ് എന്ന സിനിമയുടെ കഥയാണ്. ഏലിയൻ ഫ്രാഞ്ചൈസിയിലെ രണ്ടാമത്തെ സിനിമയാണിത്. എങ്കിലും മറ്റുള്ള ഏലിയൻ സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ സിനിമ. എന്തുകൊണ്ടാന്നല്ലേ? ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജെയിംസ് കാമറോൺ ആണ്. ബാക്കിയുള്ള ഏലിയൻ സിനിമകളൊക്കെ ഒരു ഹൊറർ മോഡിലാണ് പോകുന്നതെങ്കിൽ ഇതങ്ങനെയല്ല. ഇതിൽ ഹൊററും ഉണ്ട്, അതിനേക്കാൾ ഉപരി ഇതൊരു കിഡിലൻ ആക്ഷൻ ത്രില്ലറാണ്. ഏലിയൻസിന്റെ ഒക്കെ കൂവം പിടിച്ച് വാട്ടുന്നതാണ് ഈ സിനിമയിൽ. 1979 ഇറങ്ങിയ ഏലിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ നേരെ ബാക്കിയാണ് ഈ സിനിമ. അതുകൊണ്ട് ആ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ റോൾ എന്താന്നല്ലേ, ഇതില് ഞാനാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ വെൽക്കം ടു ജെയിംസ് കാമറോൺ മാജിക് ആൻഡ് വെൽക്കം ബാക്ക് ടു മൂവിഫ്ലിക്സ് മലയാളം. ഈ കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് യൂട്ടാണി കോർപ്പറേഷന്റെ ഒരു സ്പേസ്ഷിപ്പാണ്. അവരിങ്ങനെ ഡീപ് സ്പേസിൽ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവരൊരു സ്പേസ്ഷിപ്പ് കാണുന്നതും അതിനകത്തേക്ക് കയറുന്നു. ആ സ്പേസ്ഷിപ്പിനകത്തുണ്ടായിരുന്നത് നമ്മുടെ റിപ്ലിയാണ്. ആ ഏലിയൻ ക്രീച്ചറിനെ കൊന്നിട്ട് ആ നോസ്ട്രോമോ എന്ന സ്പേസ്ഷിപ്പും തകർത്ത് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു. ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പം 57 വർഷമായി. ഇപ്പോഴാണ് യൂട്ടാണി കോർപ്പറേഷനിലെ ആൾക്കാരൊക്കെ അവളെ കണ്ടെത്തുന്നത്. അവൾ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. അങ്ങനെ ഉടനെ തന്നെ അവളെ റെസ്ക്യൂ ചെയ്തിട്ട് അവരുടെ സ്പേസ് സ്റ്റേഷനിലേക്ക് തിരിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ അവരെ അവരുടെ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ റിപ്ലിക്ക് ബോധം വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ സമയത്താണ് ഈ കമ്പനിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരുത്തൻ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് ബർക്ക് എന്നാണ്. അവനാണ് 57 വർഷമായിട്ട് നീ സ്പേസിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു എന്ന കാര്യമൊക്കെ അവളുടെ അടുത്ത് പറയുന്നത്. എന്തോ സാങ്കേതിക തകരാറ് കാരണം അവളുണ്ടായിരുന്ന സ്പേസ്ഷിപ്പും ഈ യൂട്ടാനി കോർപ്പറേഷനുമായിട്ടുള്ള കണക്ഷൻ കട്ടായി പോയിരുന്നു. അതുകൊണ്ടാണ് അവളെ കണ്ടുപിടിക്കാൻ ഇത്രയും വർഷം എടുത്തത്. ഈ കാര്യങ്ങളൊക്കെയാണ് അയാളിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഈ ബർക്ക് വീണ്ടും അവളെ കാണാൻ വന്നിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്ലി അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ മകൾക്ക് 11 വയസ്സായിരുന്നു. ഇപ്പോൾ അവൾ എവിടെയാണുള്ളത് എന്ന് അന്വേഷിക്കാൻ അവൾ ബർക്കിനെ പറഞ്ഞു വിട്ടതാണ്. ആ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് ബർക്ക് ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് റിപ്ലിയുടെ മകള് മരിച്ചുപോയി. മരിക്കുന്ന സമയം അവൾക്ക് 66 വയസ്സായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ഫോട്ടോയും കൂടെ അയാൾ റിപ്ലിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവള് മരിക്കുന്ന സമയത്ത് റിപ്ലിയേക്കാൾ പ്രായക്കൂടുതലായിരുന്നു അവളുടെ മകൾക്ക്. വല്ലാത്തൊരു വേദനയോടെയാണ് അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കുന്നത്. അങ്ങനെ ആ കമ്പനിയുടെ മുതലാളിമാരൊക്കെ അവളിപ്പോൾ ഒരു മീറ്റിങ്ങിന് വിളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആ ഗ്രഹത്തിൽ വെച്ച് നടന്ന മുഴുവൻ കാര്യങ്ങളും റിപ്ലി അവരുടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. 3.5 മണിക്കൂറായി മീറ്റിംഗ് തുടങ്ങിയിട്ട്. പക്ഷെ അവൾ എന്ത് പറഞ്ഞിട്ടും അവരാരും അതൊന്നും വിശ്വസിക്കുന്നില്ല. അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആ സ്പേസ്ഷിപ്പ് തകർത്തതാണ്. അതൊരു A ക്ലാസ് സ്പേസ്ഷിപ്പാണ് അത്രേ. അതാണ് അവളിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല ആ കൂട്ടത്തിലിരിക്കുന്ന ലേഡി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ റിപ്ലിയും ടീം ഒരു ഗ്രഹത്തിലേക്ക് പോയായിരുന്നല്ലോ. ആ ഗ്രഹത്തിന്റെ പേര് LV426 എന്നാണ്. ആ ഗ്രഹത്തിൽ ഇവരുടെ ആൾക്കാരും പോയി പരിശോധിച്ചു. പക്ഷെ അവരാരും തന്നെ അതുപോലൊരു ജീവി അവിടെ കണ്ടിട്ടില്ല. മാത്രമല്ല റിപ്ലി ആ സ്പേസ്ഷിപ്പിൽ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നതിന് മുമ്പ് അവളുടെ സ്പേസ്ഷിപ്പും അവർ ശരിക്കും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജീവിയുടെ ഒരു പൊടി പോലെ അതിലും കാണാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് അവിടെ ഇരുന്ന ആ ലേഡി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ റിപ്ലിക്ക് ദേഷ്യമാണ് വരുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ആ ജീവിയെ ഞാൻ സ്പേസ്ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് തള്ളിയതാണ്. പിന്നെ ആ ഗ്രഹത്തിൽ പോയി അന്വേഷിച്ചിട്ട് തെളിവുകൾ കിട്ടാത്തതിന്റെ കാരണവും ഞാൻ നേരത്തെ പറഞ്ഞു. ആ ജീവികളൊന്നും ആ ഗ്രഹത്തിൽ ഉണ്ടായിരുന്നവയല്ല. അത് വേറെ ഏതോ ഗ്രഹത്തിൽ വന്ന് അവിടെ ക്രാഷ് ലാൻഡ് ആയതാണ്. അവറ്റകളുടെ സ്പേസ്ഷിപ്പ് ഞങ്ങൾ അവിടെ കണ്ടതാണ് എന്നൊക്കെയാണ് റിപ്ലിക്കിന്റെ ദേഷ്യത്തോടെ പറയുന്നത്. അവരാരും തന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ സ്പേസ്ഷിപ്പ് നശിപ്പിച്ചതിന് അവരവക്കൊരു പണിഷ്മെന്റും കൊടുത്തു. അതായത് ഫ്ലൈറ്റ് ഓഫീസർ എന്ന അവളുടെ ആ ലൈസൻസ് അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല അവൾക്ക് വട്ടാണെന്നും പറഞ്ഞിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനും അവളെ ഏൽപ്പിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവർ ആ മീറ്റിംഗ് പിരിച്ചുവിടാണ്. അങ്ങനെ എല്ലാവരും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ റിപ്ലി നേരെ ചെല്ലുന്നത് അവരുടെ കൂട്ടത്തിലെ മെയിൻ ആളുടെ അടുത്തേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലേ? എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ LV426 എന്ന ഗ്രഹത്തിലേക്ക് നിങ്ങൾ തന്നെ പോയി ഒന്ന് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ജീവികൾ ഉണ്ടോ ഇല്ല എന്ന്. അത് കേൾക്കുമ്പോൾ അതല്ലേ നേരത്തെ ഞങ്ങൾ പറഞ്ഞത്, ഓൾറെഡി അവിടെ പോയി ചെക്ക് ചെയ്തതാണ്. പിന്നെ ഇനിയിപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് അവിടെ ഒരുപാട് ആളുകളുണ്ട് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അവിടെ ഇപ്പോൾ ആളുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ടെൻഷനായി. ആളുകളോ? എന്താണ് അവരവിടെ ചെയ്യുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവരെല്ലാവരും ടെറാഫോമേഴ്സ് ആണ്. അതായത് LV426 എന്ന ആ ഗ്രഹം നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കുകയാണ് അവരാരും തന്നെ ആ ഗ്രഹത്തിൽ അങ്ങനെ ഒരു ജീവിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോകുന്നു. ഇനി കാണിക്കുന്നത് ആ LV426 എന്ന ഗ്രഹമാണ്. നേരത്തെ പറഞ്ഞല്ലോ അവിടെ കുറെ ആളുകൾ ടെറാഫോമിംഗ് ചെയ്യുന്നുണ്ടെന്ന്. അവരിപ്പോൾ അവിടെ ഒരു കോളനിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. 158 ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഇവരുടെ കുട്ടികളും അവിടെ തന്നെയാണ് ജീവിക്കുന്നത്.
ഇതേ സമയം തന്നെ ഒരു ഫാമിലി ഇപ്പം ആ കോളനിയിൽ നിന്നൊക്കെ വിട്ടുമാറി വേറൊരു ഭാഗത്താണ്. അവരവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ഫാമിലിയോടെ വന്നിട്ട് അവിടേക്ക് സെർച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് നൈസായിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവരിങ്ങനെ ആ ഭാഗത്തൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ സെർച്ച് ചെയ്ത് ഒരു സ്ഥലത്തെത്തി. ഈ സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. അത് നേരത്തെ റിപ്ലിയും ടീമും കണ്ട ആ ഏലിയൻ സ്പേസ്ഷിപ്പ് ആയിരുന്നു. അത് കണ്ട ഉടനെ തന്നെ അവരവിടെ വണ്ടി നിർത്തി. ഇവർക്ക് 2 കുട്ടികളാണ്. ഇതിൽ പെൺകുട്ടിയുടെ പേര് ന്യൂട്ട് എന്നും ആൺകുട്ടിയുടെ പേര് ടിമ്മി എന്നുമാണ്. അങ്ങനെ കുട്ടികൾ അവിടെ ഇരുത്തിയിട്ട് അച്ഛനും അമ്മയും കൂടെ ആ സ്പേസ്ഷിപ്പിനകത്ത് എന്താണെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി അതിനകത്തേക്ക് കയറാണ്. അങ്ങനെ അവർ ആ സ്പേസ്ഷിപ്പിനകത്ത് കയറിയിട്ട് അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ സമയമായി അവർ ആ സെർച്ചിങ്ങിന് വേണ്ടി അതിനകത്തേക്ക് പോയിട്ട് അച്ഛനും അമ്മേനെയും കാണാത്തോണ്ട് തന്നെ കുട്ടികൾക്ക് ശരിക്കും ടെൻഷനായി. ന്യൂട്ടനാണ് ശരിക്കും ടെൻഷൻ. അവർ പോയിട്ട് കുറെ നേരമായല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്നൊക്കെ ന്യൂട്ട് ടിമ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയത്താണ് അവരുടെ അമ്മ വെപ്രാളത്തോടെ വണ്ടിയിലേക്ക് ഓടി വരുന്നത്. വന്ന ഉടനെ തന്നെ അവരവിടുത്തെ ഫോൺ എടുത്തിട്ട് അവരുടെ ബേസിലേക്ക് വിളിക്കുകയാണ്. ഈ സമയം ന്യൂട്ട് ശ്രദ്ധിക്കുന്നത് അവളുടെ അച്ഛനെയാണ്. അവളുടെ അച്ഛൻ അവിടെ താഴെ വീണ് കിടക്കുന്നുണ്ട്. അമ്മയാണ് അയാളെ പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അവളുടെ അച്ഛന്റെ മുഖത്തായിട്ട് ആ ഏലിയൻ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഇതിനെ പറയുന്നത് ഫേസ് ഹഗർ എന്നാണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്ടാണെങ്കിൽ ഉറക്കെ നിലവിളിക്കുകയാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പൊ യൂട്ടാണി കമ്പനിയിലെ ആൾക്കാർക്ക് ആ ഗ്രഹത്തിലെ കോളനിയിലേക്ക് ഒരു കോണ്ടാക്ട് കിട്ടുന്നില്ല. അതിനെ തുടർന്ന് ആ ബെർക്ക് ഇപ്പൊ റിപ്ലൈ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചെന്ന ഉടനെ തന്നെ അയാൾ ഒരു കാര്യം അവൾ അറിയിക്കുകയാണ്. അവർ ആ ഗ്രഹത്തിലേക്ക് വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ടീം അത് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അതിന് നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരണം എന്നാണ് ബെർക്ക് അവളുടെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോ ഓ അപ്പൊ പണി കിട്ടിയല്ലേ, ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളിപ്പോ എന്നെ ക്ഷണിക്കുന്നത് ആ ജീവിയെ വീണ്ടും കാണാനല്ലേ, എനിക്ക് വരാൻ പറ്റത്തില്ല എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. അവിടേക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് ആ ജീവികൾ കാരണമൊന്നും ആയിരിക്കത്തില്ല, അവിടുത്തെ ട്രാൻസ്മിറ്ററിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ സൈനികരുണ്ട്, നല്ല കിടലൻ ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇനിയിപ്പോ ട്രാൻസ്മിറ്ററിന്റെ കുഴപ്പമല്ല, നീ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ഒരു ഉപദേശമൊക്കെ തരാലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഞങ്ങളുടെ കൂടെ വരണം എന്നാണ് ബെർക്ക് അവളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ സമ്മതിക്കുന്നില്ല. എനിക്ക് വരാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ചരക്ക് കയറ്റുന്ന സ്ഥലത്ത് ഒരു ജോലി സംഘടിപ്പിച്ചത്. എനിക്കിപ്പോ പോവാൻ സമയമായിട്ടുണ്ട് എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആ ശരിയാ, നീ ഇവിടെ ജോലിക്ക് കയറിയല്ലേ, പക്ഷെ നീ ഒന്ന് ഓർത്തു നോക്കിയേ, നീ ഒരു ഫ്ലൈറ്റ് ഓഫീസറാണ്. എന്നിട്ട് നീ ഇപ്പൊ ചെയ്യുന്ന ജോലിയോ ചരക്ക് കയറ്റുന്നത്. നിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. നീ ഞങ്ങളുടെ കൂടെ ഈ മിഷന് വരികയാണെന്നുണ്ടെങ്കിൽ നിന്റെ ലൈസൻസ് നിനക്ക് തിരിച്ചു തരാൻ കമ്പനി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ബെർക്ക് പറയുന്നത്. പക്ഷെ അയാൾ എന്തൊക്കെ ഓഫർ കൊടുത്തിട്ടും അവൾ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ റിപ്ലിക്ക് എന്തോ വല്ലാത്തൊരു മനസ്താപം. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും ബെർക്കിനെ ഒരു വീഡിയോ കോളിൽ വിളിക്കുകയാണ്. ഓക്കെ ബെർക്ക്, നീ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പക്ഷെ ഒരു കാര്യം നീ എനിക്ക് പ്രോമിസ് ചെയ്യണം. നമ്മൾ അവിടേക്ക് പോയിട്ട് ആ ജീവികളെ കാണുകയാണെങ്കിൽ അവറ്റകളെല്ലാത്തിനെയും നശിപ്പിച്ച് കളയണം. അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനൊന്നും നിൽക്കരുത്. ആ ഒരു കാര്യം നിങ്ങൾ എനിക്ക് പ്രോമിസ് തരാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്നാണ് അവള് പറയുന്നത്. ബെർക്കാണെങ്കിൽ പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സുളാക്കോ എന്നൊരു സ്പേസ് ഷിപ്പിൽ ആ ഗ്രഹത്തിലേക്ക് ഉടനെ തന്നെ പുറപ്പെടുകയാണ്. ഇനി ഈ സ്പേസ് ഷിപ്പിന്റെ അകത്തെ സെറ്റപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് നിറയെ ആയുധങ്ങളാണ്. ന്യൂക്ലിയർ വെപ്പൺസ് വരെ അതിനകത്തുണ്ട്. മാത്രമല്ല 2 ഡ്രോപ്പ് ഷിപ്പുകളും ഇതിനകത്തുണ്ട്. ഈ സ്പേസ് ഷിപ്പ് ആ ഗ്രഹത്തിന്റെ മുകളിലേ നിൽക്കത്തുള്ളൂ. അവിടെ നിന്ന് ഈ ഡ്രോപ്പ് ഷിപ്പിലാണ് ഇവർ ആ ഗ്രഹത്തിലേക്ക് ലാൻഡ് ചെയ്യുക. ഒരു ഡ്രോപ്പ് ഷിപ്പിലാണ് അവർ താഴേക്ക് ഇറങ്ങുക. താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ആ ഡ്രോപ്പ് ഷിപ്പിന് എന്തെങ്കിലും സംഭവിച്ചു കഴിയുകയാണെങ്കിൽ, അതായത് തകർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഗ്രഹത്തിൽ നിന്ന് തന്നെ മുകളിലുള്ള സ്പേസ് ഷിപ്പിൽ നിന്ന് 2ാമത്തെ ഡ്രോപ്പ് ഷിപ്പിനെ താഴേക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ അതിലെ പാസഞ്ചേഴ്സ് മൊത്തം ആ ഹൈപ്പർ സ്ലീപ്പിലാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ അവർ ആ സ്ലീപ്പിൽ നിന്ന് ഉണർന്ന ഉടനെ തന്നെ അവർ എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരിപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ബിഷപ്പ് എന്ന് പറയുന്ന ഒരുത്തൻ റിപ്ലൈയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അയാളുടെ കയ്യിൽ മുറിവ് പറ്റിയിട്ട് ബ്ലഡ് താഴേക്ക് ഒഴുകുന്നത്. പക്ഷെ ബ്ലഡിന് വെളുത്ത കളറാണ്. അത് കാണുമ്പോൾ റിപ്ലിക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. വെളുത്ത ബ്ലഡ് ആയതുകൊണ്ട് അത് റോബോട്ടാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. എന്തുകൊണ്ട് ഒരു റോബോട്ട് നമ്മളുടെ കൂടെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ല എന്നാണ് അവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നത്. അവൾക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവൾ ആ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ ബിഷപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, യാതൊരു വിധത്തിലും മനുഷ്യനെ ഉപദ്രവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെയാണ് എന്നെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട എന്നാണ് ബിഷപ്പ് അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ക്യാപ്റ്റൻ ഇപ്പോൾ ഒരു മീറ്റിംഗിന് വിളിച്ചിരിക്കുകയാണ്. ആ ടീം മെമ്പേഴ്സ് ഒക്കെ വളരെ കൂളായിട്ടാണ് അവിടെ നിൽക്കുന്നത്. സാധാരണ മനുഷ്യരുമായിട്ടൊരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിലാണ് അവിടെയുള്ള ടീം മെമ്പേഴ്സ് ഒക്കെ നിൽക്കുന്നത്. ഈ സമയം ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം റിപ്ലിയും ടീമും ആ അന്യഗ്രഹ ജീവികളുമായി നേരിട്ട സംഭവത്തെക്കുറിച്ചൊക്കെ അവൾ എല്ലാവരുടെ അടുത്തും പറയാൻ തുടങ്ങി. അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ കെയ്ൻ എന്നൊരാളുണ്ടായിരുന്നു. അവനാണ് ആ അന്യഗ്രഹ ജീവികളുടെ സ്പേസ് ഷിപ്പിന്റെ അകത്തേക്ക് കയറിയത്. അവൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ മുഖത്തൊരു സാധനം അള്ളിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു.
ഫേസ് ഹഗ്ഗർ എന്നാണ് അതിന്റെ പേര്. ഞങ്ങൾ അതിനെ ഒന്ന് വിടിയിക്കാൻ വേണ്ടി ഒരുപാട് നേരം ട്രൈ ചെയ്തു, പക്ഷെ അത് നടന്നില്ല. കുറെ സമയം കഴിഞ്ഞപ്പോൾ അത് താനെ ചത്തു വീഴാണ് ഉണ്ടായത്. എന്നിട്ടും കെയ്ൻ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. എന്നാൽ പെട്ടെന്നാണ് കെയ്ന്റെ ശരീരത്തിൽ നിന്നൊരു ജീവി പുറത്തേക്ക് വന്നത്. അതിനെ സീനോമോർഫ് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഫേസ് ഹഗ്ഗർ മുഖത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് അള്ളിപ്പിടിക്കുന്ന ആളുടെ വയറ്റിലൊരു ഭ്രൂണത്തെ ഉണ്ടാക്കും. അതിനുശേഷം ആ ഫേസ് ഹഗ്ഗർ ചത്തുപോവുകയും ചെയ്യും. അങ്ങനെ ആ ഭ്രൂണം വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ് ഈ സീനോമോർഫ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിപ്ലി അവരുടെ അടുത്ത് പറയുന്നത്. ഈ സമയത്താണ് വാസ്കോ എന്ന് പറയുന്ന ഒരു ലേഡി ഇടയിൽ കയറി സംസാരിക്കുന്നത്. മതി പുരാണം, നിങ്ങൾ ആ ജീവികളെ ഒന്ന് കാണിച്ചതാ, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നാണ് അവള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിന്റെ ഈ ശൗര്യം നല്ലതാണ്. ആ ജീവികളെ നീ നേരിട്ട് കാണുമ്പോഴും ഈ ശൗര്യം നിന്നിൽ തന്നെ ഉണ്ടായാൽ മതി. വെറും 24 മണിക്കൂറുകൾ കൊണ്ടാണ് ആ ജീവികൾ എന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും കൊന്നു കളഞ്ഞത്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഈ കോളനിയിൽ ആൾക്കാരെങ്ങനെ ആ ജീവികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരുത്തം പോലും ബാക്കിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് പറഞ്ഞിട്ട് റിപ്ലി ആ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. എല്ലാവരും ഇപ്പം ആയുധങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു റോബോട്ട് പോലൊരു സാധനത്തിനകത്ത് കയറി നിന്നിട്ടാണ് അവർ ആയുധങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നത്. ഹെവി ആയുധങ്ങളാണ്. ഇതേപോലൊരു സാധനം നമ്മൾ അവതാർ സിനിമയിലും കണ്ടിട്ടുണ്ട്. ഇതിനെ ലോഡർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റിപ്ലി അങ്ങോട്ട് വരുന്നത്. അവൾ കുറേ നേരമായിട്ട് വെറുതെ നിൽക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഞാനും കൂടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അവൾ അങ്ങോട്ട് വരുന്നത്. അവരാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇവള് നേരത്തെ ഈ ചരക്ക് ഡിപ്പാർട്ട്മെന്റിലാണല്ലോ വർക്ക് ചെയ്തത്. ഈ ലോഡർ ഉപയോഗിക്കാനൊക്കെ അവൾക്കും അറിയാം. അങ്ങനെ അവൾ ഉടനെ തന്നെ ഒരു ലോഡറിന്റെ അകത്തേക്ക് കയറിയിട്ട് ആ ആയുധങ്ങളൊക്കെ അവിടെ ലോഡ് ചെയ്യാണ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവർ ആ ഗ്രഹത്തിന്റെ മുകളിലെത്തി. ഇനി അവർക്ക് അവിടേക്ക് ലാൻഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സ്പേസ് ഷിപ്പ് അവിടെ ഇങ്ങനെ മുകളിൽ നിൽക്കത്തേ ഉള്ളൂ. അതിൽ നിന്നും ഡ്രോപ്പ് ഷിപ്പ് വഴിയാണ് അവർ താഴേക്ക് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും വേറൊരു വാഹനത്തിലേക്ക് കയറി. ആ വാഹനം നേരെ ഒരു ഡ്രോപ്പ് ഷിപ്പിന്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം ആ ഡ്രോപ്പ് ഷിപ്പ് ആ ഗ്രഹത്തിലേക്ക് ലാൻഡ് ചെയ്തു. ഗ്രഹത്തിലേക്ക് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ പട്ടാളക്കാരൊക്കെ കയറിയ വാഹനം പുറത്തേക്ക് ഇറങ്ങി. അതോടുകൂടെ ഡ്രോപ്പ് ഷിപ്പ് ആണെങ്കിൽ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ആ വാഹനത്തിലാണ് ആ കോളനിയിലേക്ക് പോകുന്നത്. കോളനിയിൽ എത്തിക്കഴിയുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ റിപ്ലിയും ആ ക്യാപ്റ്റനും അടക്കം ഒരു ടീം ഇപ്പം ആ വാഹനത്തിന്റെ അകത്താണ് നിൽക്കുന്നത്. ആ വാസ്കോയും ടീമുമാണ് ആ കോളനിയിൽ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്നത്. ഇവരുടെ സ്യൂട്ടിലൊക്കെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ ആ വണ്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് റിപ്ലിക്കും ടീമിനും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ ഒരു മോഷൻ ട്രാക്കർ ഉണ്ട്. ഒരു ചെറിയൊരു ഡിവൈസ് ആണത്. അവരുടെ കുറച്ച് അപ്പുറത്തായിട്ട് എന്തെങ്കിലുമൊക്കെ അനക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ ട്രാക്കർ വഴി അവർക്കത് കാണാൻ സാധിക്കും. അത് വെച്ചിട്ടാണ് അവർ അവിടെയൊക്കെ പരിശോധിക്കുന്നത്. ആദ്യത്തെ പരിശോധനയിൽ തന്നെ അവിടെ ചെറിയൊരു ഷൂട്ട് ഔട്ട് ഒക്കെ നടന്നിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ ആ ഏരിയയിലൊന്നും ആരെയും കാണുന്നില്ല. അങ്ങനെ അവർ സെർച്ച് ചെയ്ത് വേറൊരു സ്ഥലത്തെത്തി. ഈ സമയത്താണ് അവരൊരു കാഴ്ച കാണുന്നത്. അവിടെ മുകൾ ഭാഗം മൊത്തം ഉരുകി വീണിട്ടുണ്ട്. അത് സാധാരണ രീതിയിൽ ഉരുകിയതാണ് എന്നാണ് ആ പട്ടാളക്കാർ വിചാരിച്ചത്. എന്നാൽ ആ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് റിപ്ലിയും ടീം ഇതെല്ലാം കാണുന്നുണ്ട്. അത് സാധാരണ രീതിയിൽ ഉരുകിയതല്ല, അത് ആ സീനോമോർഫിന്റെ ബ്ലഡ് വീണ്ടും ഉരുകിയതാണ് എന്ന കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ റിപ്ലിക്ക് മനസ്സിലായി. അവൾ ഉടനെ തന്നെ ക്യാപ്റ്റനെയും കൂട്ടിയിട്ട് വേഗം ആ പട്ടാളക്കാരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഇപ്പൊ അവരെല്ലാവരും കൂടെയാണ് ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ സെർച്ച് ചെയ്ത് അവരൊരു ലാബിന്റെ അകത്തെത്തി. അവിടെ കുറെ കുപ്പികൾ വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ ആ ഫേസ് ഹഗ്ഗേഴ്സ് ആണ്. അതിൽ 2 ഫേസ് ഹഗ്ഗേഴ്സിന് ജീവനുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പട്ടാളക്കാരന്റെ മോഷൻ ട്രാക്കറിൽ ഒരു അനക്കം കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ എല്ലാവരും അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ ഏരിയയിലേക്ക് നടക്കാൻ തുടങ്ങി. അത് നമ്മൾ നേരത്തെ കണ്ട ആ ന്യൂട്ട് എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അവൾ ഒഴികെ അവളുടെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും മരിച്ചുപോയി. ഇപ്പൊ ഇവരെല്ലാവരും കണ്ടപ്പോൾ അവള് ശരിക്കും പേടിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ വന്ന വഴി തിരിച്ചു പോവാണ്. എന്നാൽ റിപ്ലി അവളെ വിടുന്നില്ല. അവളും ന്യൂട്ടിനെ ഫോളോ ചെയ്യാണ്. അങ്ങനെ ആ കുട്ടി നേരെ പോകുന്നത് അവൾ ഇത്രയും കാലം താമസിച്ചിരുന്ന റൂമിലേക്കാണ്. അവളുടെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ ആ റൂമിന്റെ അകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ റിപ്ലി പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും അവൾ വരാൻ കൂട്ടാക്കുന്നില്ല. അവസാനം വളരെ കഷ്ടപ്പെട്ടാണ് റിപ്ലി അവളെയും കൂട്ടിയിട്ട് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ആ കുട്ടിയെ സേഫ് ആക്കിയതിനു ശേഷം അവർ ആ കുട്ടിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിന്റെ അച്ഛനും അമ്മയും എവിടെ? ഇവിടെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ആ കുട്ടിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ റിപ്ലി മാത്രം അവളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിലാണ് അവൾ അവളുടെ പേര് പറയുന്നത്. ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവരെല്ലാവരും മരിച്ചുപോയി, ഇനി നിങ്ങൾ ഇവിടെ എന്ത് കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ആ കുട്ടി അവളുടെ അടുത്ത് പറയുന്നത്. ഇതേ സമയം തന്നെ വേറൊരു ടീമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കോളനിയിലുള്ള എല്ലാവരുടെയും ശരീരത്തിൽ ഒരു ട്രാക്കർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെവിടെ പോയി കഴിഞ്ഞാലും അത് ആ ബിൽഡിങ്ങിന്റെ അകത്തിരുന്നിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ആ ട്രാക്കറാണ് ഇപ്പൊ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെക്കിങ്ങിൽ അവിടെയുള്ള കുറെ ആളുകൾ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും ആ വണ്ടിയിൽ കയറിയിട്ട് ആ ആൾക്കാരുടെ അടുത്തേക്ക് പോവാണ്. കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം അവർ ആ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗത്തെത്തി. പഴയതുപോലെ തന്നെ റിപ്ലിയൻ ടീം ആ വണ്ടിക്കകത്തും കുറച്ച് പട്ടാളക്കാര് ആ ആൾക്കാർ എവിടെയാണുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്.
അങ്ങനെ ആ പട്ടാളക്കാരൊക്കെ അവിടെ സെർച്ച് ചെയ്ത് ഒരു ഹാളിലെത്തി. ആ ഏലിയൻസിന്റെ ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതൊക്കെ പരിശോധിച്ച് അവർ മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയം ഞെട്ടിക്കുന്ന പല കാഴ്ചകൾ അവരവിടെ കാണുന്നുണ്ട്. അതായത് 2-3 ആൾക്കാർ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. പിന്നെ വിരിഞ്ഞ കുറെ മുട്ടകൾ കാണുന്നുണ്ട്. ചത്തുപോയ ചില ഫേസ് ഹഗ്ഗേഴ്സിനെ കാണുന്നുണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് അവർ നടക്കുന്നത്. അതിനിടയിലാണ് അവർ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കാണുന്നത്. അതൊരു ലേഡിയാണ്. അവൾ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. ആ ഏലിയൻ അവൾ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഈ സമയം ആ പട്ടാളക്കാരെ കാണുമ്പോൾ ആ ലേഡി പറയുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരാമോ എന്നാണ്. എന്നാൽ പട്ടാളക്കാരാണെങ്കിൽ അവളെ അവിടെ നിന്ന് രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് ആ ലേഡിയുടെ വയറ്റിൽ നിന്നും ഒരു സീനോമോർഫ് പുറത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവരതിനെ കത്തിച്ചു കളയാണ്. ഇപ്പൊ അവര് തീ കത്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ നിൽക്കുന്നത് കൂളൻ ടാങ്കുകൾക്കിടയിലാണ്. അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ടാങ്കുകളൊക്കെ പൊട്ടിത്തെറിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഏരിയ മൊത്തം ബ്ലാസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ക്യാപ്റ്റൻ അവർക്ക് നേരത്തെ നിർദ്ദേശം കൊടുത്താണ് ഒരു കാരണവശാലും ഷൂട്ട് ചെയ്യരുതെന്ന്. അതുകൊണ്ടാണ് അവർ തീ കത്തിച്ചത്. എന്നാൽ തീ കത്തിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ആ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന സീനോമോർഫുകളൊക്കെ അലേർട്ടായി. അവറ്റകളെല്ലാവരും പതുക്കെ താഴേക്ക് വരാൻ തുടങ്ങി. ഈ സമയം അവിടെ നിൽക്കുന്ന പട്ടാളക്കാരുടെ ആ ട്രാക്കറിലൊക്കെ ആ ജീവികൾ അവർക്ക് അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് നേരിട്ട് അവറ്റകളെ കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ഒരു ജീവി വന്നിട്ട് ഒരു ലേഡിയെ പിടിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഒരു പട്ടാളക്കാരൻ ആ ജീവിക്ക് നേരെ തീ കത്തിക്കുന്നുണ്ട്. അതിനിടയിൽ വേറൊരുത്തനാണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ കുറെ സീനോമോർഫുകൾ അങ്ങോട്ട് വന്നിട്ട് ആ പട്ടാളക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ആ വണ്ടിക്കകത്തിരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ക്യാപ്റ്റനും ടീമും. ഇപ്പൊ ഏലിയൻസ് ഒക്കെ അവരെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ നിവൃത്തിയില്ലാതെ ആ ഏലിയൻസിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അവരുടെ ക്യാമറയൊക്കെ കട്ടായി. ഇപ്പൊ ക്യാപ്റ്റനും കൂട്ടർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ ആണെങ്കിൽ നല്ല ടെൻഷനിലാണ് ഇരിക്കുന്നത്. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ, അവരെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ റിപ്ലി പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പേടിച്ചിരിക്കുകയാണ്. അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ റിപ്ലൈ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി എടുത്തുകൊണ്ട് നേരെ ആ പട്ടാളക്കാരൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ കുറെ നേരത്തെ ഡ്രൈവിന് ശേഷം അവൾ ആ വണ്ടി ആ പട്ടാളക്കാരൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറ്റാണ്. ഈ സമയം പട്ടാളക്കാരാണെങ്കിൽ ഇപ്പോഴും ആ ഏലിയൻസ് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്ത് അവരെല്ലാവരും ഓടി അവരുടെ വണ്ടിയുടെ അടുത്തെത്തി. പെട്ടെന്നാണ് ഒരു ഏലിയൻ ഒരുത്തിന് നേരെ വരുന്നത്. അതിനെ കണ്ട ഉടനെ തന്നെ അവൻ ഷൂട്ട് ചെയ്ത് അതിനെ കൊല്ലുമെങ്കിലും അതിന്റെ ബ്ലഡ് മൊത്തം ആ പട്ടാളക്കാരന്റെ മുഖത്തേക്കാണ് വീഴുന്നത്. അതോടുകൂടെ അവന്റെ മുഖം കരിഞ്ഞു പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അവനെ രക്ഷിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരാണെങ്കിൽ വേഗം തന്നെ ആ വണ്ടിക്കകത്തേക്ക് കയറുകയും ചെയ്തു. എന്നാൽ ആ വണ്ടിയുടെ ഡോർ ക്ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു സീനോമോർഫ് അങ്ങോട്ട് വരുന്നത്. അത് ആ ഡോറ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ആ ജീവി അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ഒരു പട്ടാളക്കാരൻ അതിനെ കൊന്നുകളയുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് റിപ്ലൈ അവരെയും കൊണ്ട് ആ വണ്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ അവർ കുറെ പോയി ഒരു സ്ഥലത്തെത്തി. ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിലുള്ള ഹഡ്സൺ എന്ന് പറഞ്ഞ പട്ടാളക്കാരൻ അവിടുത്തെ മോണിറ്റർ ശ്രദ്ധിക്കുന്നത്. ഈ മോണിറ്ററിലാണ് അവിടെയുള്ള എല്ലാ പട്ടാളക്കാരുടെയും വൈറ്റൽസ് ഒക്കെ കാണിക്കുന്നത്. അവനത് ചെക്ക് ചെയ്യുമ്പോൾ അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പട്ടാളക്കാരിൽ 2 പേര് മരിച്ചിട്ടില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ പോയിട്ട് അവരെ രക്ഷിക്കണം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഈ സമയം റിപ്ലൈയാണ് അതിന് മറുപടി പറയുന്നത്. നമ്മൾ ഇനി അവരെ രക്ഷിച്ചിട്ടും കാര്യമില്ല. ആ ജീവികൾ അവരുടെ ശരീരത്തിൽ ആ ഭ്രൂണം നിക്ഷേപിച്ചു കാണും. അതുകൊണ്ട് അവരെ രക്ഷിച്ചാലും പ്രയോജനമില്ല എന്നാണ് റിപ്ലൈ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നീട് ഹഡ്സൺ ഒന്നും പറയുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ആ വാസ്കോ എന്ന് പറയുന്ന ലേഡി പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വെപ്പൺസ് വെച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള ജീവികളൊക്കെ ബോധം കെടുത്തിയാലോ എന്നാണ്. എന്നാൽ ഹഡ്സൺ പറയുന്നത് നമുക്ക് ഈ ജീവികൾ ഒന്നും ചെയ്യണ്ട, നമുക്ക് വിറ്റകളെ വിട്ടിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. എന്നാൽ റിപ്ലി ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ഈ ജീവികളെ മൊത്തം നശിപ്പിക്കണം. അതിന് നമ്മുടെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിൽ കയറിയിട്ട് വേഗം മുകളിലേക്ക് പോവാം. എന്നിട്ട് മുകളിൽ നിന്നും ന്യൂക്ലിയർ ബോംബുകൾ ഈ ഗ്രഹത്തിലേക്ക് വിക്ഷേപിച്ചിട്ട് ഈ ജീവികളെ മൊത്തത്തിൽ ഇല്ലാതാക്കുക. ഇത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി എന്നാണ് അവള് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഈ സമയം അത്രയും മിണ്ടാതിരുന്ന ബെർക്ക് സംസാരിക്കാൻ തുടങ്ങി. അവൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൻ അവന്റെ കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. ഒന്നാമത് ഈ കോളനി എന്ന് പറയുന്നത് കോടികൾ ചെലവാക്കി ഉണ്ടാക്കിയതാണ്. മാത്രമല്ല ഈ ജീവിവർഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ജീവികളെ ഇല്ലാതാക്കാൻ നമുക്ക് അവകാശമില്ല എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുന്ന റിപ്ലിക്ക് പുച്ഛമാണ് തോന്നുന്നത്. താൻ എന്താണോ ഈ പറയുന്നത്? താൻ ഇപ്പോഴും തന്റെ കമ്പനിയുടെ കൂടെയാണോ നിൽക്കുന്നത്? ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴേ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ഇപ്പൊ നടക്കുന്നത് നിന്റെ കമ്പനിയുടെ ഓപ്പറേഷൻ അല്ല, ഇതൊരു മിലിറ്ററി ഓപ്പറേഷനാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഈ പട്ടാളക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ പട്ടാളക്കാർ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് എന്നാണ് റിപ്ലി പറയുന്നത്. ഈ സമയം ഹിക്സ് എന്ന് പറയുന്ന പട്ടാളക്കാരനാണ് അതിന് മറുപടി പറയുന്നത്. അവൻ പറയുന്നത് റിപ്ലി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിൽ കയറി ഇവിടുന്ന് പുറപ്പെടുന്നു, എന്നിട്ട് ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ട് ഈ സ്ഥലം മൊത്തം നശിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്നാണ് ഹിക്സ് പറയുന്നത്. അവനങ്ങനെ ഉറച്ച വാക്കിൽ നിൽക്കുമ്പോൾ ബെർക്ക് പിന്നീട് ഒന്നും പറയുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ ഹിക്സ് വേഗം ആ ഡ്രോപ്പ് ഷിപ്പ് താഴേക്ക് വരാൻ നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. നേരത്തെ ഉണ്ടായ അറ്റാക്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അപകടം പറ്റിയിട്ടുണ്ട്. അയാളുടെ ബോധം പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു സ്ട്രെച്ചറിൽ കടത്തിയിട്ട് അവർ തൂക്കിയെടുത്തോണ്ടാണ് നടക്കുന്നത്. ഇതേ സമയം തന്നെ ഹിക്സിന്റെ നിർദ്ദേശപ്രകാരം ആ ഡ്രോപ്പ് ഷിപ്പ് ഓടിക്കുന്ന ലേഡി അതുമായിട്ട് ആ ഗ്രഹത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്.
എന്നാൽ പെട്ടെന്നാണ് ഒരു സീനോമോർഫ ഡ്രോപ്പ് ഷിപ്പിലേക്ക് വരുന്നത്. അവൾ അതിനെ കൊല്ലാൻ വേണ്ടി തോക്കെടുക്കുമ്പോഴേക്കും ആ ജീവിയാണെങ്കിൽ അവളെ കൊന്നുകളയുന്നു. അതോടുകൂടെ ആ ഡ്രോപ്പ് ഷിപ്പ് ആണെങ്കിൽ താഴേക്ക് വീണ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് റിപ്ലിയും ടീമും. ഈ സമയത്താണ് ആ ന്യൂട്ട് റിപ്ലിയുടെ അടുത്തൊരു കാര്യം പറയുന്നത്. ഇപ്പൊ സമയം ഇരുട്ടാറായിട്ടുണ്ട്, രാത്രിയിലാണ് ആ ജീവികൾ കൂടുതലായിട്ട് ഇറങ്ങുന്നത്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം എന്നാണ് അവള് പറയുന്നത്. അത് കേട്ടതിനെ തുടർന്ന് റിപ്ലിയും ടീമും വേഗം തന്നെ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പോവാണ്. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിന്റെ അകത്തെത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം അവരുടെ ഡ്രോപ്പ് ഷിപ്പ് തകർന്നല്ലോ. ഈ സമയം റിപ്ലി ഹിക്സിന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല നമ്മളിപ്പോൾ ഇവിടെ കുടുങ്ങിയെന്ന് നമ്മുടെ കമ്പനിയിലെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും അവരൊരു റെസ്ക്യൂ മിഷൻ പ്ലാൻ ചെയ്യാൻ എന്നാണ് റിപ്ലി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ 17 ദിവസം എടുക്കും എന്നാണ് ഹിക്സ് അതിന് മറുപടി പറയുന്നത്. അതേക്കുന്ന ഹഡ്സൺ ആണെങ്കിൽ ശരിക്കും വെപ്രാളപ്പെടാൻ തുടങ്ങി. നീ എന്തൊക്കെയാ ഹിക്സ് ഈ പറയുന്നത്? 17 ദിവസമോ? ഒരു ദിവസം പോലും നമുക്കിവിടെ അതിജീവിക്കാൻ പറ്റുമോ? ആ ജീവികൾ ഉറപ്പായിട്ട് നമ്മളെ എല്ലാവരെയും കൊല്ലും എന്നൊക്കെയാണ് ഹഡ്സൺ ഇങ്ങനെ വെപ്രാളത്തോടെ പറയുന്നത്. അതേക്കുമ്പോ നീ ഒന്ന് അടങ്ങ് ഹഡ്സൺ, ഇങ്ങനെ വെപ്രാളപ്പെടാതെ. നീ ഈ ചെറിയ പെൺകുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവക്ക് ഒരു പരിശീലനം പോലും കിട്ടിയിട്ടില്ല, എന്നിട്ട് എത്ര കാലമായി ഇവൾ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നു. ഇവക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? അതുപോലെ നമുക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം അവരടുത്തതായിട്ട് ചെക്ക് ചെയ്യുന്നത് അവരിപ്പം നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. ഏതൊക്കെ വഴി ആ ഏലിയൻസ് അവരുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അവർ ആ ബ്ലൂ പ്രിന്റിൽ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ കുറെ വഴി കണ്ടുപിടിച്ചു. ആ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് പണിയാവും. അതുകൊണ്ട് തന്നെ അവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ചില ഓട്ടോമാറ്റിക് ഗൺസ് ഉണ്ട്. അവരതൊക്കെ ഓരോരോ വഴികളിലായിട്ട് സെറ്റ് ചെയ്തു. ആ തോക്കിന്റെ മുന്നിൽ എന്തെങ്കിലും അനക്കം കണ്ടു കഴിഞ്ഞാൽ ആ തോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഷൂട്ട് ചെയ്യും. അതാണ് അതിന്റെ സെറ്റപ്പ്. ബാക്കിയുള്ള വഴികളാണെങ്കിൽ അവർ വെൽഡ് ചെയ്ത് അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ റിപ്ലൈ ആണെങ്കിൽ ന്യൂട്ടനെയും കൊണ്ട് റൂമിലേക്കാണ് ചെല്ലുന്നത്. അവള് കുറെ കാലമായി മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ടാണ് റിപ്ലൈ അവൾ ആ റൂമിലാക്കിയിരിക്കുന്നത്. അങ്ങനെ അവൾ അവിടെ കിടത്തിയതിനു ശേഷം തിരിച്ചു പോകാൻ നേരത്ത് റിപ്ലൈ അവൾക്ക് ഒരു വാച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ട്രാക്കറാണ്. ഇനി അവളെങ്ങാനും മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ആ വാച്ച് ട്രാക്ക് ചെയ്തിട്ട് അവളെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. എല്ലാവരും ഇപ്പോൾ ഒരു മീറ്റിംഗിലാണ്. റിപ്ലൈയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഏലിയൻസ് ഒക്കെ കൂടെ ഇവിടെയുള്ള എല്ലാ കോളനിക്കാരെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ ശരീരത്തിൽ അവറ്റകൾ മുട്ടകൾ നിക്ഷേപിച്ചു. ആ വർഗത്തെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ജീവികൾ അങ്ങനെ ചെയ്തത്. ഇതിപ്പോ കുറെ കാലമായിട്ട് ഇവിടെ നടക്കുന്നതല്ലേ. ഈ കോളനിക്കാരെല്ലാം മരിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ ഇപ്പോൾ ഒരുപാട് ജീവികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഇവറ്റകളെല്ലാം ഒരു മുട്ടയിൽ നിന്നല്ലേ വിരിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുട്ടയിടുന്നത് ആരായിരിക്കും? അതൊരു ഫീമെയിൽ ആയിരിക്കത്തില്ലേ? അപ്പൊ പിന്നെ ആ ഫീമെയിലിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ കൊന്നു കളഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. അതുകൊണ്ട് ആ കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ബിഷപ്പിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീ നേരത്തെ ആ ലാബിൽ നിന്ന് കണ്ടെടുത്ത 2 ഫേസ് ഹഗേഴ്സ് ഉണ്ടല്ലോ, അവറ്റകളെ നീ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഉടനെ തന്നെ അവറ്റകളെ നശിപ്പിച്ച് കളഞ്ഞേക്കണം എന്നൊക്കെയാണ് റിപ്ലൈ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അത് നടക്കത്തില്ല റിപ്ലൈ. ആ ജീവികളെ കൊല്ലണ്ടെന്നാണ് എന്നോട് ബെർക്ക് പറഞ്ഞിരിക്കുന്നത്. അവയെ ഇവിടെ നിന്ന് കമ്പനിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പരീക്ഷണം നടത്താനാണ് ബെർക്ക് എനിക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് എന്നാണ് ബിഷപ്പ് പറയുന്നത്. അത് കേൾക്കുന്ന റിപ്ലൈക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൾ നേരെ ബെർക്കിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ബിഷപ്പ് പറഞ്ഞ കാര്യം അവൾ അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ജീവികളെ തിരിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ജീവികളിൽ നമ്മൾ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാശ് സമ്പാദിക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഇവറ്റകളെ ഒരു ജൈവായുധമാക്കി മാറ്റാനും പറ്റും. അങ്ങനെ വരുമ്പോൾ പിന്നീട് ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ജീവികളെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞത് എന്നാണ് ബെർക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ, പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ICC ക്വാറന്റൈൻ ഭേദിച്ചിട്ട് എങ്ങനെയാണ് ഈ ജീവികളെ നീ നിന്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്? അതിന് അവര് സമ്മതിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സമ്മതിക്കും. നമ്മുടെ കയ്യിൽ ഈ ജീവികളുണ്ടെന്ന് അവരെ അറിയാതിരുന്നാ പോരെ എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. ഇല്ല ബെർക്ക്, അത് നടക്കത്തില്ല. കാരണം നീ ഈ ജീവികളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഒരുങ്ങുന്നതെങ്കിൽ ഞാൻ തന്നെ ICCയിൽ വിളിച്ചിട്ട് കാര്യം പറയും. പിന്നെ ഞാൻ ഇവിടുത്തെ ലോഗൊക്കെ പരിശോധിച്ചു. അതിൽ നിന്ന് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ കോളനിക്കാരെ മുഴുവൻ ആ ജീവികളുടെ പേടകത്തിലേക്ക് പറഞ്ഞയച്ചത് നീയല്ലേ? അവർക്ക് അങ്ങോട്ട് പോകാനുള്ള ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത് നീയാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെയുള്ള ജീവികൾ അവിടെ ഉണ്ട് എന്ന് ഈ കോളനിക്കാർക്ക് നീ നേരത്തെ നിർദ്ദേശം കൊടുത്തില്ല എന്നാണ് അവള് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ശരിയാണ്, ഞാൻ തന്നെയാണ് ഈ കോളനിക്കാരെ ആ ഏലിയൻ ഷിപ്പിലേക്ക് പറഞ്ഞയച്ചത്. പക്ഷെ അതിനകത്ത് ജീവികൾ ഉണ്ടാവും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല ഇത് ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കാതിരുന്നതിനും കാരണമുണ്ട്. കാരണം ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ തീരുമാനം എടുത്തത് എന്നാണ് അവൻ പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ അവളുടെ ദേഷ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഉടനെ തന്നെ ആ ബെർക്കിന്റെ കുത്തിന് കയറി പിടിക്കുന്നു. നീ എന്താണ് ചെയ്തത് എന്ന കാര്യം നിനക്കറിയോ? എത്ര ആൾക്കാരാണ് നീ കാരണം മരിച്ചത്? നീ ചെയ്തത് വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് ഇതിനൊക്കെയുള്ള ശിക്ഷ നിന്നെ കൊണ്ട് അനുഭവിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ വിടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ്. അതൊക്കെ കേട്ട് ബെർക്കാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബെർക്കിന്റെ അടുത്ത് സംസാരിച്ച് റിപ്ലി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു അലാറം മുഴങ്ങുന്നത്. അവള് വേഗം തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു.
അവരെ നോക്കുമ്പോൾ കുറെ ഏലിയൻസ് അവരെ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിൽ ചില ജീവികൾ ആ ഓട്ടോമാറ്റിക് ഗൺ സെറ്റ് ചെയ്ത ഭാഗങ്ങളിലൂടെ വരുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള തോക്കുകളാണെങ്കിൽ അവറ്റകളെല്ലാം വെടിവെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആ തോക്കുകളിൽ ഉണ്ടയൊക്കെ തീരാറായിട്ടുണ്ട്. അവരതൊക്കെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിഷപ്പ് അവരെ വിളിക്കുന്നത്. അയാളിപ്പം അവരെ വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അവിടെ കണ്ടില്ല ഒരു ലൈറ്റ് പോലെ, അത് എമർജൻസി വെൻഡിങ് ആണ്. അതിപ്പോ കത്തി എരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂറിനകം അത് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ഒരു സാധനം അവശേഷിക്കത്തില്ല. നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് വെന്തു മരിക്കും എന്നാണ് ബിഷപ്പ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്പനിയിലെ റെസ്ക്യൂ ടീം വരുന്നവരെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണ്ട. നമ്മുടെ സ്പേസ് ഷിപ്പിനകത്ത് മറ്റൊരു ഡ്രോപ്പ് ഷിപ്പ് ഇല്ലേ, അതിനെ റിമോട്ടായിട്ട് ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നമുക്ക് രക്ഷപ്പെട്ടൂടെ എന്നാണ് റിപ്ലൈ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഡ്രോപ്പ് ഷിപ്പിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തിരിച്ചു വിളിക്കാനുള്ള നമ്മുടെ ട്രാൻസ്മിറ്റർ കേടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെയുള്ള ട്രാൻസ്മിറ്റേഴ്സ് അപ്പുറത്തുള്ള കോളനിക്കാരുടേതാണ്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലവും ആ സ്ഥലവുമായിട്ടുള്ളൊരു കണക്ഷൻ കട്ടായിട്ടുണ്ട്. ഇനി അത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ ഡിഷ് തിരിച്ചു വെക്കണം. പക്ഷെ ആ ജീവികൾ പുറത്തുള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് എന്നാണ് ബിഷപ്പ് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, പുറത്തു പോയിട്ട് ആ കാര്യം ശരിയാക്കുന്നത് ഞാൻ ഏറ്റു എന്നാണ് ഹിക്സ് പറയുന്നത്. എന്നാൽ ബിഷപ്പ് അതിനും സമ്മതിക്കുന്നില്ല. നീ പോയതുകൊണ്ട് കാര്യമില്ല ഹിക്സ്, നിനക്കൊരു പക്ഷെ അത് ശരിയാക്കാൻ പറ്റിയേക്കും. പക്ഷെ ഡ്രോപ്പ് ഷിപ്പിനെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ഇങ്ങോട്ട് പറത്തി കൊണ്ടുവരാൻ നിനക്കറിയത്തില്ല. അതിനുള്ള പരിശീലനം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പുറത്തേക്ക് പോയിക്കോളാം എന്നാണ് ബിഷപ്പ് പറയുന്നത്. ബാക്കിയുള്ളവരാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ ബിഷപ്പ് ഒരു തുരങ്കം വഴി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയവും ആ ഓട്ടോമാറ്റിക് ഗൺസ് ആണെങ്കിൽ ആ ജീവികൾക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുണ്ടൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ജീവികളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും നേരിട്ട് ഇറങ്ങണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ക്യാപ്റ്റനും ബോധം വന്നിട്ടുണ്ട്. അയാൾക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതേ സമയം തന്നെ ആ ബിഷപ്പ് ആണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ഡിഷിന്റെ അടുത്തെത്തി. അയാളിപ്പം അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് റെഡിയാക്കിയതിനു ശേഷം അയാൾ ആ ഡിഷ് തിരിച്ചു വെച്ചു. എന്നിട്ട് അത് എനേബിൾ ചെയ്യുന്നു. ഈ സമയം അവരുടെ സ്പേസ് ഷിപ്പിൽ നിന്നും ആ ഡ്രോപ്പ് ഷിപ്പ് താഴേക്ക് വരാൻ തുടങ്ങി. ഇതേ സമയം തന്നെ റിപ്ലൈ ആണെങ്കിൽ ന്യൂട്ടന്റെ കൂടെയാണ്. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് അവൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അവളെ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് ആ ഫേസ് ഹഗ്ഗർ ആണ്. അത് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ ന്യൂട്രിയും കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. പക്ഷെ അവർക്ക് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആ ഡോറ് ക്ലോസ് ആണ്. എത്ര ശ്രമിച്ചിട്ടും ആ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അവർ ഉറക്കെ പുറത്തുള്ള ആൾക്കാരെ വിളിക്കുന്നുണ്ട്. എന്നാൽ ആ റൂം സീൽ ആയതുകൊണ്ട് വെളിയിലേക്ക് ശബ്ദം പോകുന്നില്ല. ഈ സമയം റിപ്ലൈ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്യാമറയിലേക്ക് നോക്കി ഇങ്ങനെ കൈ കാണിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് അവളത് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കാര്യം ബെർക്ക് മാത്രമാണ് കാണുന്നത്. അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അവരെ കാണാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ആ TV സ്ക്രീൻ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നു. കുറെ നേരമായിട്ടും കൈ കാണിച്ചിട്ടും ആരും അങ്ങോട്ട് വരാത്ത കാണുമ്പോൾ റിപ്ലൈ ഉടനെ തന്നെ ഒരു ചെയർ എടുത്തിട്ട് അവിടുത്തെ ചില്ലൊക്കെ തല്ലി പൊളിക്കാൻ തുടങ്ങി. പക്ഷെ ആ ചെയർ കൊണ്ടൊന്നും അത് തല്ലി പൊളിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അവൾക്ക് മറ്റൊരു ഐഡിയ തോന്നുന്നത്. അവിടെ ഒരു സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലൈറ്റർ കത്തിച്ചിട്ട് അതിലെ തീ ആ സ്പ്രിംഗ്ലറിന് നേരെ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടേക്ക് വെള്ളം സ്പ്രേ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഒരു ഫയർ അലാമും അവിടെ മുഴങ്ങുന്നുണ്ട്. ആ അലാറത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൊക്കെ റിപ്ലൈ നിൽക്കുന്ന റൂമിലേക്ക് ഓടാൻ തുടങ്ങി. 2 ഫേസ് ഹഗ്ഗേഴ്സ് ആണ് അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പട്ടാളക്കാർ ആ ഗ്ലാസ് ഒക്കെ തകർത്തിട്ട് ആ റൂമിലേക്ക് എത്തി. വന്ന ഉടനെ തന്നെ ഒരുത്തനാണെങ്കിൽ ഒരു ഫേസ് ഹഗ്ഗറിനെ കൊന്നു കളഞ്ഞു. മറ്റേ ഫേസ് ഹഗ്ഗർ ആണെങ്കിൽ ഇപ്പൊ റിപ്ലൈയെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ ഫേസ് ഹഗ്ഗറിനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അത് അവളുടെ മുഖത്തിൽ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ശ്രമിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിനെ വേർപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവരതിനെ പുറത്തേക്ക് വലിച്ചെറിയാണ്. ഈ സമയം വേറൊരു പട്ടാളക്കാരനാണെങ്കിൽ ആ ജീവിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ കഷ്ടിച്ചാണ് അവൾ ആ ജീവിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം എല്ലാവരും ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. ബെർക്കാണ് ആ ഫേസ് ഹഗ്ഗറിനെ അവരുടെ റൂമിലേക്ക് ഇട്ടത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ICC ക്വാറന്റൈൻ ഭേദിച്ചിട്ട് ആ ജീവിയെ അവന്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതിനവൻ മറ്റൊരു വഴിയാണ് കണ്ടെത്തിയത്. അതായത് ആ ഫേസ് ഹഗ്ഗറിനെ വെച്ച് റിപ്ലിയുടെ ശരീരത്തിലേക്ക് ഒരു ഭ്രൂണം സ്ഥാപിക്കുക. അങ്ങനെ വരുമ്പോൾ അവക്കിനി എന്തെങ്കിലും പറ്റിയാൽ പോലും അവളുടെ ശരീരം മാത്രം കമ്പനിയിലേക്ക് തിരിച്ചുകൊണ്ടായാൽ മതി. അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു ജീവി വളരുന്നുണ്ട് എന്ന കാര്യം ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ബെർക്ക് അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ റിപ്ലിക്കൻ ടീമിന് മനസ്സിലായിട്ടുണ്ട്. അവർ ആ കാര്യങ്ങളൊക്കെ ബെർക്കിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവിടുത്തെ കറണ്ട് പോകുന്നത്. അത് ആ ജീവികൾ ഒപ്പിച്ച പണിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതായത് ആ ജീവികൾ അവരുടെ തൊട്ടടുത്തെത്തി. ഇനിയിപ്പോൾ അവറ്റകളെ നേരിടുക എന്നല്ലാതെ അവരുടെ മുന്നിൽ വേറൊരു വഴിയുമില്ല. അങ്ങനെ അവർ വേഗം തന്നെ തോക്കെടുത്തിട്ട് ആ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി. അവർ ആ ട്രാക്കർ വെച്ച് നോക്കുമ്പോൾ ആ ജീവികൾ അവരുടെ തൊട്ടടുത്തെത്തി. പക്ഷെ അവർക്ക് മുന്നിലായിട്ട് ആ ജീവികളെ കാണുന്നില്ല. പിന്നെ ഏത് വഴിയാണ് വരുന്നത് എന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരുത്തൻ മുകളിലേക്കുള്ള വെന്റ് തുറക്കുന്നത്. എന്നിട്ട് അതിലെ തലയിട്ട് നോക്കുമ്പോൾ ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. 100 കണക്കിന് സീനോമോർഫുകളാണ് ആ വെന്റിലൂടെ അവരുടെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവരെല്ലാവരും മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ട് ഔട്ട് ആണ്.
അങ്ങനെ ആ വെടിവെപ്പ് കടം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബർക്കാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അവൻ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു സീനോമോർഫ് അവന്റെ അടുത്തേക്ക് വരുന്നത്. അവൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ജീവി അവനെ കൊന്നുകളയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു വെന്റ് വഴി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ ഏലിയൻസും ആ വെന്റിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിനിടയിലാണ് ആ വാസ്കോ എന്ന് പറഞ്ഞ ലേഡി ഒരു ഏലിയനെ കൊന്നുകളയുന്നത്. അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ അവക്കും അപകടം പറ്റിയിട്ടുണ്ട്. അവൾക്കിപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ക്യാപ്റ്റൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ പിടിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും വേറെ കുറെ ഏലിയൻസ് ഒക്കെ അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ഒരു ബോംബ് എടുത്തിട്ട് അത് പൊട്ടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരും മരിച്ചു. അങ്ങോട്ട് വന്ന മുഴുവൻ ഏലിയൻസും മരിച്ചു. ഈ സമയമാകുമ്പോഴേക്കും റിപ്ലിയും ഹിക്സും ആ വെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ന്യൂട്ട് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അവരിപ്പോ ന്യൂട്ടിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇനിയിപ്പോ ഇവര് 3 പേരും മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയം അവർ നോക്കുമ്പോൾ അവൾ താഴെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു ഗ്രില്ലുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ അവളെ അവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവരത് കട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ഒരു ഏലിയൻ അങ്ങോട്ട് വന്നിട്ട് അവളെ പിടിക്കുന്നത്. അവരത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നില്ല. ഈ സമയം റിപ്ലൈ ആണെങ്കിൽ അവളെ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹിക്സ് അതിന് സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നത് അവള് മരിച്ചിട്ടുണ്ടാവത്തില്ല, തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, എന്നിട്ട് അവളെ രക്ഷിക്കാനുള്ള വേറെ വഴി നോക്കാം എന്നും പറഞ്ഞിട്ട് അവൻ അവളെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ബിഷപ്പ് ആണെങ്കിൽ ആ ഡ്രോപ്പ് ഷിപ്പിനെ താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ ആ ഡ്രോപ്പ് ഷിപ്പിനകത്തേക്ക് കയറാണ്. ഇനി 26 മിനിറ്റിനകം ആ സ്ഥലം മുഴുവൻ പൊട്ടിത്തെറിക്കും. ഇത്രയും സമയത്തിനുള്ളിൽ ന്യൂട്ടനെ രക്ഷിക്കാൻ വേണം. അതുകൊണ്ട് തന്നെ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രോപ്പ് ഷിപ്പ് എടുത്തിട്ട് ആ ബിൽഡിങ്ങിനകത്തേക്ക് തന്നെയാണ് പോകുന്നത്. എന്നാൽ നേരത്തെ ഉണ്ടായ അറ്റാക്കിൽ ഹിക്സിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവൻ ഇനി ന്യൂട്ടനെ അന്വേഷിച്ച് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ ആ ഡ്രോപ്പ് ഷിപ്പിൽ തന്നെ ഇരുത്തി റിപ്ലി ഒറ്റയ്ക്കാണ് ന്യൂട്ടനെ അന്വേഷിച്ച് ഇറങ്ങുന്നത്. അങ്ങനെ അവൾ സെർച്ച് ചെയ്ത് ആ ഏലിയൻസ് ഉള്ള സ്ഥലത്തെത്തി. അവൾ നോക്കുമ്പോൾ ആ ഏലിയൻ ന്യൂട്ടനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. റിപ്ലി വേഗം ചെന്നിട്ട് ന്യൂട്ടനെ അവിടെ നിന്ന് എടുക്കുന്നു. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ ഏരിയയിൽ മൊത്തത്തിൽ ഏലിയൻസിന്റെ മുട്ടകളാണ്. മാത്രമല്ല ആ ഫീമെയിൽ സീനോമോർഫിനെയും അവൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ സമയം റിപ്ലൈ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലെ തോക്കിൽ നിന്നും ആദ്യം തീ കത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ടിപ്പം ആ തോക്കെടുത്ത് ആ മുട്ടയ്ക്ക് നേരെയാണ് വെച്ചിരിക്കുന്നത്. നീ എങ്ങാൻ അനങ്ങിക്കഴിഞ്ഞാൽ ഈ മുട്ട മൊത്തം ഞാൻ കത്തിച്ച് കളയും എന്ന രീതിയിലാണ് അവളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏലിയൻ ആണെങ്കിൽ അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതിങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കാണുമ്പോൾ റിപ്ലൈ ആണെങ്കിൽ ന്യൂട്ടനെയും കൊണ്ട് പതുക്കെ വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോക്കെടുത്തിട്ട് അവിടെയുള്ള മുഴുവൻ മുട്ടകളും കത്തിച്ച് കളയാണ്. അങ്ങനെ അവിടെ മൊത്തം കത്തിപ്പിടിക്കുമ്പോൾ റിപ്ലൈ ന്യൂട്ടനെയും കൊണ്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ ഏരിയ മൊത്തം തീ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ബിഷപ്പ് ആ ഡ്രോപ്പ് ഷിപ്പും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ റിപ്ലൈ ന്യൂട്ടനെയും കൊണ്ട് ആ ഡ്രോപ്പ് ഷിപ്പിലേക്ക് കയറാണ്. അങ്ങനെ അവിടെയൊക്കെ പൊട്ടിത്തെറിക്കുന്നതിനിടയിൽ വളരെ കഷ്ടപ്പെട്ടാണ് ബിഷപ്പ് ആ ഡ്രോപ്പ് ഷിപ്പുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരവരുടെ സ്പേസ് ഷിപ്പിലേക്ക് എത്തി. ഡ്രോപ്പ് ഷിപ്പ് ഇപ്പം ആ സ്പേസ് ഷിപ്പിനകത്ത് പാർക്ക് ചെയ്തിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ഫീമെയിൽ സീനോമോർഫ് അങ്ങോട്ട് വരുന്നത്. അവരറിയാതെ തന്നെ അതും ആ ഡ്രോപ്പ് ഷിപ്പിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ അത് അതിന്റെ വാല് വെച്ചിട്ട് ബിഷപ്പിന്റെ വയറ്റിലാണ് കുത്തുന്നത്. അതിനുശേഷം അയാളെ തൂക്കിയെടുത്തിട്ട് 2 കഷ്ണമാക്കി വലിച്ചെറിയുന്നു. അങ്ങനെ അയാളെ താഴേക്ക് ഇട്ടതിന് ശേഷം ആ ജീവി ഇപ്പോൾ റിപ്ലൈ ആണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മറ്റൊരു റൂമിന്റെ അകത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവൾക്ക് ഒറ്റയ്ക്ക് എന്തായാലും ആ ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ വെച്ചിരിക്കുന്ന ലോഡറിന്റെ അകത്തേക്ക് കയറി അത് ഉപയോഗിച്ചിട്ടാണ് ആ ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൾ ആ ജീവിയെ ചെറിയൊരു കമ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് ഇടുന്നു. അതിനുശേഷം അതിന്റെ അടിയിലെ ഡോറ് തുറന്നിട്ട് ആ ജീവിയെ സ്പേസിലേക്ക് തള്ളുകയാണ്. ആ ഡോറ് തുറന്നുകൊണ്ട് തന്നെ ശക്തമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അതിൽപ്പെട്ട് ന്യൂട്ട് അവിടെ നിന്ന് തെറിച്ചു പോകാൻ തുടങ്ങി. എന്നാൽ അവൾ ആ സ്പേസ് ഷിപ്പിൽ നിന്ന് വെളിയിലേക്ക് തെറിച്ചു പോകുമ്പോഴേക്കും ബിഷപ്പ് അവളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ തെറിച്ചു പോയില്ല. ഈ സമയമാകുമ്പോഴേക്ക് റിപ്ലൈ ആണെങ്കിൽ ആ താഴത്തെ ഡോറ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വന്നവരിൽ കുറെ ആൾക്കാർ മരിക്കുമെങ്കിലും ഇപ്പൊ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. റിപ്ലൈയും ബാക്കിയുള്ളവരും അവരുടെ ഹൈബർനേഷൻ സ്ലീപ്പിലാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പൊ കിടിലൻ ഒരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.